കഥയില്ലാത്തവൻ എന്ന് സ്വയം തോന്നിയിട്ട് സംഭവബഹുലമായ കഥയുള്ളവനാണ് താൻ എന്ന് തെളിയിച്ച് ഭാഷയുടെയും ജീവിതത്തിൻ്റെയും വിചാരങ്ങളുടെയും ചൈതന്യം ആവഹിച്ച് എഴുതിയ ഒരു കൃതിയാണ് ഈ പുസ്തകം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ആത്മകഥ കഥയില്ലാത്തവൻ്റെ കഥ. ഈ പുസ്തകത്തിൻ്റെ പേരിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ശ്രീ എം.എൻ. പാലൂരിന് അവാർഡ് നൽകിയിരിക്കുന്നത്. പല അവാർഡുകളും കൊടുക്കുമ്പോൾ വലിയ ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ ആളുണ്ടാകും. ചിലപ്പോൾ രാജ്യം ഭരിക്കുന്നതിൽ ഏറ്റവും മുതിർന്ന ആളുകൾ, ഏറ്റവും പ്രശസ്തരായവർ, അധികാരത്തിലുള്ളവർ, സാഹിത്യരംഗത്തെ പ്രശസ്തർ, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹികൾ ഇവരെല്ലാം അടങ്ങുന്ന വലിയൊരു ചടങ്ങിൽ വെച്ചാവും ഇത് സാധാരണ കൊടുക്കാറ്. പക്ഷേ ഈ കാര്യത്തിൽ ആകട്ടെ പാലൂർ മന പി.ഒ. ചേവായൂർ കോഴിക്കോട് 17 എന്ന മേൽവിലാസത്തിൽ തപാലിൽ വന്നു ചേർന്ന ഒരു അംഗീകാരമാണ് ഇത്. ഇത്ര നിശബ്ദമായി മൗനമായി ആരുമറിയാതെ ഒരു അവാർഡ് വാങ്ങിക്കാൻ എന്തുകൊണ്ട് ഇടവന്നു എന്നത് എനിക്കറിയില്ല. നിറുത്തട്ട ഞാനൻ മഹാമോഹഭംഗസ്വരം പൊന്നുഷസേവരു നിന്നിൽ നിന്നും കൊളുത്തട്ട 10 100 കത്തിജ്വലിക്കുന്ന പന്തങ്ങൾ എൻ പെൺമുറക്കാർ. 10 100 എത്രയെങ്കിലും പന്തങ്ങൾ കൊളുത്തിയെടുക്കാൻ കഴിയുന്ന ചൈതന്യമുള്ള മനസ്സാണ് ഈ കവിയുടേത്. എനിക്ക് ഇപ്പോൾ ചോദിക്കാൻ തോന്നുന്നത്, കവിതയിലേക്ക് വന്ന ഒരു കാലമുണ്ടല്ലോ. സ്വാതന്ത്ര്യസമരം കൊടുമ്പിരി കൊള്ളുന്ന കാലത്താണ് ജനിച്ചത്, 1931. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കണ്ട ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ കാഹളം വല്ലതും കാതിൽ വന്നിരുന്നുവോ? ഇല്ല. ഞങ്ങൾ നമ്പൂതിരിമാർ അവിടെ വേദവും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഴയ സമ്പ്രദായത്തിലുള്ള കാര്യങ്ങളല്ലാതെ കൊണ്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പഠിക്കാനുള്ള അന്ന് അത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായ്മ കൊണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു മാത്രം സ്വാതന്ത്ര്യമില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ സമുദായത്തിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ഷർട്ട് മുക്കണം. പുറത്തുനിന്ന് ആരെങ്കിലും നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കാൻ വയ്യ. വീട്ടിൽ വന്ന് കുളിച്ചതിന് ശേഷമേ പച്ചവെള്ളം പോലും കുടിക്കാൻ വയ്ക്കൂ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ സമുദായത്തിൽ. അതൊരു ഞാനത് രക്ഷപ്പെട്ടു, അത് വേറെ കാര്യം. ആ സമുദായത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെ ധീരമായി പൊട്ടിച്ചെറിഞ്ഞവരുണ്ടല്ലോ ആ കാലഘട്ടത്തിൽ തന്നെ. വി.ടി. ഭട്ടതിരിപ്പാട് ആണ് വാസ്തവത്തിൽ ഞങ്ങളെ ഒക്കെ ജീവിക്കാൻ പഠിപ്പിച്ചത്. അദ്ദേഹം വളരെ സ്നേഹശീലനായിരുന്നു. അദ്ദേഹം അന്തർജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഓങ്ങല്ലൂരിലെ EMSൻ്റെ പ്രസംഗം കേട്ടിട്ട് ഞാൻ കുറേ നമ്പൂതിരിമാരെ മനുഷ്യരാക്കണം എന്ന് പ്രസംഗിച്ചും കൊണ്ട് നടന്നിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ഏതാണ്ട് 30 വീട്ടിൽ മരിക്കണേൻ്റെ വളരെ താമസിക്കാതെ മരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് കുറേ നമ്പൂതിരിമാരെ മനുഷ്യരാക്കണം, മനുഷ്യരെ കുറെ നമ്പൂതിരിയാക്കണം. അന്നത്തെ ഒരു സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ശബ്ദം കൂടിയായിരുന്നു അത്. ഉദാഹരണത്തിന് 10ാം ക്ലാസ് പാസ്സായ ആൾക്കാർ BA വേണ്ടു. പാലൂരൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഭാര്യ MA വരെ പഠിപ്പിച്ചു, അത് വേറെ കാര്യം. 10ാം ക്ലാസ് പാസ്സായ BA വേണ്ടു. BA MA വേണ്ടു. MA PhD വേണ്ടു. ഇങ്ങനെ അങ്ങോട്ട് ഈ നമ്മുടെ ജീവിതത്തിലത്തെ ആക്കെ മാറി. യാതൊന്നാണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശശുദ്ധികൾ ഒന്നുമില്ലാതെ കണ്ടായി. എന്ന് മാത്രമല്ല, ഇന്നത്തെ സാധാരണ പോലെയുള്ള കച്ചവട കൾച്ചർ എല്ലാ ഡിഗ്രീസും ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത് 1932 ജൂൺ 22 എറണാകുളം ജില്ലയിലെ പരവൂരിനടുത്ത് ചിറക്കടവിൽ ജനനമെന്ന് ബയോഡേറ്റയിൽ ആർക്ക് വേണമെങ്കിലും വായിക്കാം. അച്ഛൻ പാലൂര് മനയ്ക്കൽ മാധവൻ നമ്പൂതിരി, അമ്മ ശ്രീദേവി അന്തർജനം.
പാരമ്പര്യ വിദ്യാഭ്യാസത്തോടൊപ്പം ശ്രീ എം എൻ ബാലൂർ വേദവും പഠിച്ചു. അതൊരു വലിയ ഗുണമായി ഇപ്പോൾ തോന്നുന്നുണ്ട്. മറ്റേ വേദം പഠിച്ച് ഞാൻ അഞ്ച് ദിക്കിലും കൂടിയിട്ടാണ്. എല്ലാ ദിക്കും രക്ഷപ്പെടും, ചാടിപ്പോകും. സാധാരണക്കാർക്കില്ലാത്ത ചില അനുഭവങ്ങൾ ഉണ്ട്. അതെ, അത് സാധാരണക്കാർക്കില്ലാത്ത അനുഭവമാണ്. പട്ടിക്കാന്തൊടി രാമുണ്ണി മേനോന്റെ കീഴിൽ 13-ാം വയസ്സിൽ കഥകളി പഠനം 3 വർഷം. ഇതൊക്കെ വലിയ സമ്പാദ്യമല്ലേ. വഴയങ്കട കുഞ്ചുനായരുടെ കീഴിൽ 1 കൊല്ലം കഥകളി പഠനം. എന്തുകൊണ്ടായിരുന്നു പിന്നെ കഥകളി പഠനം? കഥകളി മറ്റേ ഈ ഞാൻ കല്ലുഴി സമ്പ്രദായത്തിലാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഈ തിരുവിതാംകൂറിൽ മുഴുവൻ അവസാനത്തെ കൊല്ലം ഷാരടി മാഷ് പോയി, അല്ല ഈ മറ്റേ പട്ടിക്കാന്തൊളിയും പോയി, കുഞ്ചുനായരും പോയി. കുഞ്ചുനായർക്ക് ബുദ്ധിമുട്ടാണ്. കോട്ടയക്കാർക്ക് അവിടുത്തെ അംഗങ്ങളെ മാത്രമേ കളിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം പറ്റിയില്ല. പിന്നെ കൃഷ്ണനായരുടെ കൂടെയായിരുന്നു. കൃഷ്ണനായർ രാവുണ്ണി മേനോന്റെ ശിഷ്യനാണ്, പട്ടിക്കാന്തൊടിയുടെ ശിഷ്യനാണ്. അങ്ങനെ കൃഷ്ണനായരുടെ കൂടെ ഞാൻ അവസാനം പോയിട്ട് പൂഞ്ഞാറ്റിൽ കോവിലകത്തേക്ക് പോയി. അവിടെ ഗംഭീരമായിട്ട് കഥകളിയായിരുന്നു. അരങ്ങിൽ വേഷമിട്ട് ആടിയിട്ടുണ്ട്. ഉണ്ട് 4 എന്ന് മാത്രമല്ല അതിൽ നിന്ന് പിന്മാറിയത് എന്തുകൊണ്ടാണ്? സാധ്യത ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ ആയുസിന്റെ അല്ല, ജീവിക്കണ്ടേ? വൈകുന്നേരം ആയാലും അതിനാണ് ഈ മോട്ടോർ മെക്കാനിസവും ഡ്രൈവിങ്ങും പഠിച്ചത്. എൻ്റെ അമ്മ ജോലി സമ്പാദിക്കാൻ. എൻ്റെ അമ്മയുടെ കഥ പറയട്ടെ. എൻ്റെ അമ്മ 9 കുട്ടികളാണ്, കൊച്ചു കുട്ടികൾ. കിണ്ണം, ഓലക്കിണ്ണുണ്ട്. ഈ നമ്മളത്തെ കലപിള്ള ശബ്ദം ഉണ്ടാക്കും. ഓലക്കിണ്ണം ഇങ്ങോട്ട് വെച്ച് കിട്ടിരിക്കുക. എന്തെങ്കിലും വിളമ്പി കൊടുക്കണ്ടേ? നേരം വിളിച്ചായ ദാരിദ്ര്യമയം എന്ന് പറഞ്ഞാൽ പോരാ, കഷ്ടത്തിലായി അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും ഒന്നും പറയണ്ട. ഈ അനുഭവങ്ങൾ കൂടി പിന്നീട് ഈ കവിതയുടെ മുതൽക്കൂട്ടായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ആത്മബലമായി തോന്നിയിട്ടുണ്ട്. എന്നൊന്നും നമുക്ക് പറയുകയോ ശരിയല്ല. ഒന്ന് തീർച്ചയാണ്, ഞാൻ ഹരിതാത്തൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഞാൻ വായിച്ചത് 51 മുതൽ 4 വർഷം KP നാരായണ പിഷാരടിയുടെ കീഴിൽ സംസ്കൃത പഠനം നടത്തിയെന്നാണ്. ആ സംസ്കൃത പഠനത്തിന്റെ പിൻബലമില്ലായിരുന്നുവെങ്കിൽ ഇത്ര തടസ്സമില്ലാതെ ഒഴുകി വരുന്ന ഭാഷാബലം എന്ന് മാത്രമല്ല കവിതയ്ക്ക് ലഭിക്കുമായിരുന്നില്ല. ഈ മഹാഭാരതം ഒരുപാട് ഷാരോടി മാഷ് പറഞ്ഞിട്ട് ഫലമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. മഹാഭാരതത്തിലെ ഓരോ കഥയും ഓരോ സന്ദർഭവും ഓരോ ആശയവും. ഈ മഹാഭാരതം വായിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ പറയാനൊന്നും പറ്റില്ല കേട്ടോ. മഹാഭാരതം വായിക്കുക, മഹാഭാരതമാണ് വായിക്കേണ്ടത്. അത് വായിച്ചതിൻ്റെ അതിൻ്റെ ഫലം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇന്നു കാണുന്ന ഞാനാക്കി മാറ്റിയത് മഹാഭാരതമാണ്, എല്ലാം വ്യാസകൃപ എന്ന് പറഞ്ഞാണ് ഈ ഈടുറ്റ പുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഇതിഹാസ സമ്പൂർണത നിർമ്മിച്ച് നൽകിയ അടിത്തറ എപ്പോഴും മനസ്സിലുണ്ട്. അതുകൊണ്ട് ഒന്നിലും വേവലാതിപ്പെടുന്നില്ല. അതെപ്പോഴും കാണുമ്പോൾ തോന്നും. ഈ സംസ്കൃത പഠനം തുടർന്നില്ല പിന്നെ, അല്ലേ? 57-ലാണല്ലോ ബോംബെയിലേക്ക് പോകുന്നത്. 57-ൽ ബോംബെയിലേക്ക് പോയതോടുകൂടി നിർത്തി. പിന്നെ എയർപോർട്ടിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാകുന്നു. പുസ്തകമേ കൊടുത്തുള്ളൂ, പേടിത്തോട്ടെന്നുള്ള. അപ്പോൾ ആദ്യത്തെ പുസ്തകം ഷാജി മാഷക്കാണ് ഞാൻ കൊടുത്തത്. ആദ്യത്തെ കവിതയുടെ പിറവിയൊക്കെ ഓർമ്മയുണ്ടോ? ആദ്യത്തെ കവിത അത് ഈ കൃഷ്ണവാര്യർ ഒരു 400, 300, 300 ചില്ലാനം കവിത. എനിക്ക് നല്ല നിശ്ചയമില്ല എത്രയത്. അനവധി കവിതകൾ എല്ലാ ആഴ്ചയിലും അയക്കും. എന്നിട്ട് എല്ലാത്തിനും മറുപടി പറയും. ബോംബെയിൽ ചെന്നതിന് ശേഷമാണ് എഴുത്തിന്റെ സജീവതയിലേക്ക് വന്നത്. അതല്ല, അത് ഇതിനു ഇവിടെ നാട്ടിൽ തന്നെ എഴുതി തുടങ്ങിയപ്പോൾ കൃഷ്ണവാര്യരാണ് എന്നെ കക്കാടിനെ, വിഷ്ണുനാരായണനെ, സുഗതകുമാരിയെ, കടവനാട്ട് കുട്ടികൃഷ്ണൻ, ഇങ്ങനെ 5-6 ആളുകളുണ്ടല്ലോ ഞങ്ങളുടെ ഇങ്ങനത്തെ അവരൊക്കെ കവികളാക്കിയത് കൃഷ്ണവാര്യരാണ്. NV കൃഷ്ണവാര്യർ. ഒരുപാട് ആളുകൾ ഒന്നും പറയണ്ട. ഈ കൃഷ്ണവാര്യർ മഹാകേമനായിരുന്നു, മഹാഗംഭീരനായിരുന്നു.
കവിതയിലെ ഒരു മാതൃക അദ്ദേഹമായിരുന്നോ അതോ അദ്ദേഹം ഈ പ്രസിദ്ധീകരണത്തിലേക്ക് വരാൻ അല്ല കവിതയുടെ മാതൃക തന്നെയാണ്. മാതൃകയാണ് അദ്ദേഹത്തിനെയാണ് നമ്മൾ കവിതയിൽ മാതൃകയായി സ്വീകരിച്ചിട്ടുള്ളത്. കൃഷ്ണവാര്യർ തന്നെയാണ്. കൃഷ്ണവാര്യർ മഹാകേവനായിരുന്നു. കൃഷ്ണവാര്യർ എന്ന് മാത്രമല്ല മലയാള സാഹിത്യം ഉണ്ടാക്കിയത് കൃഷ്ണവാര്യർ എന്ന് പറയുന്നത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്നു അദ്ദേഹം, പത്രാധിപരായിരുന്ന. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ EMS ആക്കിയതേ. അതെ അതെ ശരിയാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും അല്ലേ EMS ആഫ്റ്റർ ഓൾ ഇതൊക്കെ കഴിഞ്ഞാലും ആൾ കേമനായിരുന്നു, മഹാകേമനായിരുന്നു EMS. ഈ കവിതയിലെ പാരമ്പര്യ ഘടന, അതിൻ്റെ ആത്മസത്തയോടുകൂടി, അതിൻ്റെ രൂപഭാവ സൗകുമാര്യത്തോടുകൂടി എഴുതാനുള്ള ഒരു പ്രേരണ അങ്ങനെ എല്ലാവരും ഞാൻ എഴുതിയിട്ടില്ല. ഇല്ല, അതിൽ ഈ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്. ഇതിൻ്റെ ഒരു പ്രേരണ, ഇതിൻ്റെ ഒരു മാർഗദർശി NV ആയിരുന്നു. NV ആയിരുന്നു മാത്രമല്ല പഴയ സംസ്കൃതമായിരുന്നു. പഴയ സംസ്കൃത സാഹിത്യമായിരുന്നു എൻ്റെ എല്ലാത്തിൻ്റെയും അടിത്തറ, ബേസിക്. വേദം പഠിക്കാനിടയായത്. വേദം പഠിക്കാതെ വേദത്തൊക്കെ വെറുതെ അർത്ഥമില്ലാതെ കണ്ടത് എങ്ങനെ തത്തമ്മയെ പൂച്ചെന്ന് ഇതോ ഒരിട്ടം ഇങ്ങനെ ശബ്ദങ്ങൾ ഉരുവിടാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുക അല്ലേ? അതിലല്ല കാര്യം, അനുഭവം ആർജിക്കലിലാണ് കാര്യം. അതെ. എന്ന് മാത്രമല്ല ഋഗ്വേദത്തിൽ പറയണ്ടേ, ഞാൻ പിന്നീട് വായിച്ചതാ, ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി. ഒന്നിനെ തന്നെയാണ് പലതായി പറഞ്ഞത്. ഇന്ദ്രം മിത്രം വരുണം അഗ്നി രാഹു അധോ ദിവ്യസ സുവർണോ ഗരുത്മാൻ ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി അഗ്നിം യമം മാതരിശ്വാനമാഹു എന്ന് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. ഒന്നിനെ കുറിച്ച് തന്നെയാണ്. അതായത് ആഫ്റ്റർ ഓൾ ആത്മാവല്ലേ ഉള്ളത്. അതെ 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 അതെ. ഈ ശരീരത്തിൻ്റെ ഇളകിയ ആട്ടങ്ങളല്ല, മനസ്സിൻ്റെ അർത്ഥതലങ്ങളെ അന്വേഷിക്കലാണ് തീർച്ചയായിട്ടും ചെയ്യേണ്ടത്. ഈ ഞങ്ങളുടെ നാട്ടിൽ 2 കേവന്മാരുണ്ടായിരുന്നു, 2 ശങ്കരന്മാരുണ്ടായിരുന്നു. ഒന്ന് G ശങ്കരക്കുറുപ്പ്, ഒന്ന് ആദിശങ്കരൻ. എങ്ങനെയായിരുന്നു ജീവിതത്തെ ഒരു തീർത്ഥയാത്രയാക്കിയത്? എളുപ്പം പറയാവുന്നതല്ല, എങ്കിലും ഞാനങ്ങ് ചോദിക്കുകയാണ്. ഞാൻ ചോദിച്ചത്, എനിക്ക് ജീവിതത്തിലെ നല്ലത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, നല്ലത് മാത്രമേ ചിന്തിക്കാറുള്ളൂ, നല്ലതേ കാണാറുള്ളൂ, കാണുകയും കേൾക്കുകയും വേറെ പലതും ഉണ്ടെന്നൊക്കെയാണ്. അത് വേറെ കാര്യം. വേണ്ടതൊന്നും കാണാറില്ല, വേണ്ടാത്തതേ കാണുകയുള്ളൂ എന്നും കൂടി ഒരു വാശിയുണ്ടെന്നത്. പലമാതിരി വേഷം കെട്ടി പല താളത്തിൽ തുള്ളി പലരും പരിഹാസശരങ്ങൾ പറഞ്ഞു തുടങ്ങി പാരം. അരുതാത്തത് കേട്ടു കണ്ണുകൾ കാണരുതാത്തത് കണ്ടു, നരജീവിതമാകിയ ദുഃഖം അസഹ്യം പിന്നെ അസത്യം. നെടുവീർപ്പെന്ന കവിതയിലാണ്. ഇത് മുഴുവൻ തക്കിടിയാണെന്ന് തോന്നുന്നു. ശരിയായ കവിത വാൽമീകിയും വ്യാസനും ഒക്കെ എഴുതുന്നത്. എന്തേ 1,25,000 ശ്ലോകങ്ങളുണ്ട് മഹാഭാരതത്തിൽ. അദ്ദേഹം മനുഷ്ടുപ്പ് വൃത്തത്തിലാണ് 99.5%, 99.5 അല്ല, 99.3 വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. എന്തേ അതേ നിലനിൽക്കുള്ളൂ. ഞാൻ പോട്ടെ, വല്ലതും ബാക്കി നിൽക്കുന്നുണ്ടോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ. അത് ഒരാൾക്കും അതൊന്നും മാറ്റിമറിക്കാൻ പറ്റില്ല. പുതിയ കാലത്തിൻ്റെ പ്രവണതകളെക്കുറിച്ചോ എഴുത്തിൻ്റെ നവീന വഴികളെക്കുറിച്ചോ വേവലാതിപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു വേവലാതി എനിക്ക് അങ്ങനെ പരിഭ്രമങ്ങളൊന്നുമില്ല. എന്ന് മാത്രമല്ല കഴിയുമെങ്കിൽ എന്ന് മാത്രമല്ല ഞാൻ പറയാറുണ്ട്, മഹാഭാരതവും കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ, അത് വേറെ ഒന്നും വായിക്കേണ്ടതില്ല എന്ന്.